എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസം എങ്ങനെ എന്ന് നോക്കാം. Sun card, Tower moment, Queen of Pentacles, Eight of Cups, Ace of Pentacles and King of Pentacles energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നൊരു സമയമാണ്. അതേപോലെ തന്നെ എയ്റ്റ് ഓഫ് കപ്സ് എനർജി, സ്ട്രോങ് മെസ്സേജ് നിങ്ങൾക്കായിട്ട് വരുന്ന ഒരു ലോസ്, ഒരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമാകാനുള്ള ഒരു സാധ്യത, നിങ്ങൾക്ക് വളരെ അടുത്ത് പരിചയമുള്ള, നിങ്ങൾക്കൊരു നല്ലൊരു ആത്മബന്ധമുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഇതെന്നുള്ളൊരു സൂചനയാണ് തരുന്നത്. കാരണം 8th ഹൗസ് അല്ലെങ്കിൽ 8ാം ഭാവത്തിലെ സാഹചര്യം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. നമ്മളിത് ജസ്റ്റ് കാർഡ്സ് നോക്കുമ്പോൾ എനർജി ബേസിസിൽ പറയുന്നതാണ്. അപ്പോൾ അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാർട്ട് ഉണ്ടെങ്കിൽ അത് 8ാം ഭാവത്തിൻ്റെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നോക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് വരാം. സൺ കാർഡാണ്. സോ ഒത്തിരി അധികം ആത്മവിശ്വാസം അല്ലെങ്കിൽ സ്വയം ഉള്ള വിശ്വാസം മറ്റുള്ളവരിലേക്കും അത് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അതായത് സ്വയം ആത്മവിശ്വാസം ഉണ്ട്, എല്ലാ കാര്യങ്ങളും വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുകയൊക്കെ മറ്റും ചെയ്യുന്ന എനർജി തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും, അതായത് മറ്റുള്ളവർ സ്വന്തം ജീവിതത്തിൽ പുറകോട്ടേക്ക് നിൽക്കുന്നവരോ, അത് ആത്മവിശ്വാസമുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് അങ്ങനെ ജീവിക്കുന്ന, അങ്ങനെയുള്ള ചിന്തകളിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് നയിക്കാൻ, കൈപിടിച്ചുയർത്താൻ, സഹായിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളുടെ ഈ ഒരു മാസം കൂടുതലായിട്ട് കാണുന്നത്. വളരെ സോഷ്യലി ആക്റ്റീവായിട്ടുള്ള ആളുകളാണ് എങ്കിൽ, മറ്റേതിപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇപ്പോൾ സോഷ്യൽ സർവീസ് കാര്യങ്ങളും എന്തെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ട്, നിങ്ങളുടെ മതപരമായിട്ടുള്ള സംഘടന, ഇപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പം മുസ്ലിം യത്തീംഖാനകൾ ഉണ്ടാവാം, മുസ്ലിംസ് ആണെങ്കിൽ, ഹിന്ദുസ് ആണെങ്കിൽ, ക്രിസ്ത്യൻസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഓർഫനേജസോ അനാഥ മന്ദിരങ്ങളോ അല്ലെങ്കിൽ വൃത്യസദനങ്ങൾ പോലുള്ള അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുക, മറ്റുള്ളവരെ മുന്നോട്ടേക്ക് വരാൻ സഹായിക്കാം. ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ ഒത്തിരി പ്രവർത്തിക്കാൻ അവസരം വരികയും അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിൽ ഒത്തിരി സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നതാണ്. സ്വന്തം ജീവിതത്തിൽ ഒത്തിരി തൃപ്തിയും സന്തോഷവും തോന്നുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്കും അത് എത്തിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അതേപോലെ ടവർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ പൊതുസമൂഹത്തിൽ പേഴ്സണൽ ലൈഫിൻ്റെ അപ്പുറത്തേക്ക് സോഷ്യൽ ലൈഫിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. പേഴ്സണൽ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തുന്ന, അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റാത്തൊരു ജീവിത പങ്കാളി അല്ലെങ്കിൽ ഒരു കുടുംബജീവിതമാണ്. നിങ്ങൾ ഒത്തിരി നാളായിട്ട് കണക്ട് ചെയ്യാൻ ഒരു തരത്തിലും പറ്റുന്നില്ല, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ ആളുകൾ പറയും വളരെ നല്ല വ്യക്തിത്വമുള്ള ഒരാളാണ്, എന്നിട്ടും ഒരു ഡിവോഴ്സ് എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ, പക്ഷെ അവർ രണ്ടുപേരും നല്ല വ്യക്തികളായിരിക്കാം, പക്ഷെ അവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അവർക്ക് പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ അത് അവർക്കൊരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകണ്ടാകുന്നൊരു തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം, ലൈഫ് റീബിൽഡ് ചെയ്യുന്ന സമയമാവാം. അപ്പോൾ ഒരു ഡിവോഴ്സൊക്കെ ആഗ്രഹിക്കുന്നവർ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളത് ലൈഫിൽ മുന്നോട്ടേക്ക് പോവുകയും മറ്റ് പുതിയ ജീവിതം കണ്ടെത്തുകയും ജീവിതം വീണ്ടും പുനർസൃഷ്ടിക്കുക, റീബിൽഡ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ഒന്നത് പേഴ്സണൽ ലൈഫിലെന്ന് പറയുമ്പോൾ അത് ഡിവോഴ്സ് സിറ്റുവേഷൻ ആകാം ചില ആളുകളിൽ. മറ്റ് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്തുണ്ടാകുന്ന പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ ആ തീരുമാനം എടുക്കുകയാണ്. ഓക്കെ, നമുക്ക് വേർപിരിയാന്നുള്ള രീതിയിൽ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ലൈഫ് നന്നായിട്ട് പോകുന്നവരാണെങ്കിൽ ഇത് ഓർത്തിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളുടെ ലൈഫ് നന്നായിട്ട് തന്നെ പോകുന്നു. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ശരിക്കും ലിറ്ററലി, അതായത് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാനുള്ള സാഹചര്യം, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മുറി എക്സ്ട്രാ എടുക്കണം, കുട്ടികളൊക്കെ വളർന്നു കഴിയുമ്പോൾ ഒരു മുറി കൂടി എക്സ്ട്രാ എടുക്കുന്നതായിരിക്കാം.
അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക്സ് കാര്യങ്ങൾ അത് വീണ്ടും ശരിയാക്കുന്നതോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആവും സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എനർജി എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സമയമാണ്. ജോലിയിൽ നിങ്ങളിപ്പോൾ ഇതൊരു ജോലിയിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ ബോസ് ആയിരിക്കാം, ഇവരിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് അല്ല ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അതൊരു എന്താണ്, ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങളിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആ ജീവിതത്തിൽ നിങ്ങളുടെ കരിയർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. അതായത് ഇതുവരെ നിങ്ങളെ വിശ്വസിക്കാത്തവർ, നിങ്ങൾ ചെയ്ത പ്രവൃത്തി, അതായത് മറ്റുള്ളവരൊക്കെ ചില ജോലികൾ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള ക്രെഡിറ്റ് മറ്റൊരാൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അവരല്ല ശരിക്കും അത് ചെയ്തത് നിങ്ങളാണ് എന്നുള്ളത് മറന്നീക്ക് പുറത്ത് വരുന്നതായിരിക്കാം. അപ്പോൾ ഓഫീസ് പൊളിറ്റിക്സ് അതുപോലുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് കാര്യങ്ങൾ മറിയുന്നു, അതൊരു തൃപ്തി കാര്യങ്ങൾ. ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു നിങ്ങളായിട്ട് എടുക്കുന്നൊരു തീരുമാനം, പർപ്പസ്ഫുള്ളായിട്ട് എടുക്കുന്ന തീരുമാനമാകാൻ കാരണം, അപ്പം അങ്ങനെ ഒരു ജോലി സാഹചര്യമാണെങ്കിൽ, ഒരു ടോക്സിക് ആയിട്ടുള്ള സാഹചര്യമാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കുന്നു, നിങ്ങൾ ആ ജോലി നിർത്തി നിങ്ങൾ പുതിയൊരു ജോലിയിലേക്ക് കടക്കുകയാണ്. അതേപോലെ നിങ്ങൾ എന്താണ് ഈ ഒരു ജോലി നിർത്തി ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്ന സിറ്റുവേഷനാണ്. കാരണം സ്വന്തമായിട്ട് സെൽഫ് എംപ്ലോയിഡ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുന്നു, അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആകെ ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതും ലൈഫിൽ കാണുന്നുണ്ട്. എന്തായാലും വരുമാന മാർഗം വർദ്ധിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ ആ ജോലി നിർത്തി ക്വിറ്റ് ചെയ്യാണ്, റെസിഗ്നേഷൻ ഇടുന്നു, നിങ്ങൾ പേപ്പർ ഇട്ടിട്ട് നിങ്ങൾ എന്താണ് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 8 ഓഫ് കപ്സ് എനർജി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ 8ാം ഭാവത്തിൻ്റെ, അതായത് ഒരു തരത്തിലൊരു ലോസ്, നമ്മൾ മരണകാരകൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ എനർജിയാണ്. അപ്പോൾ 8ാം ഭാവം നിങ്ങളുടെ ഏതാണ് എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നോക്കാം. അതല്ല എങ്കിൽ ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തറിയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്ന ഒരു എനർജിയാണ്, ഒരു ലോസാണ്. അതിപ്പോൾ ആ ഒരു രീതി തന്നെ ആയിരിക്കണമെന്നില്ല, മറിച്ച് ആ ഒരു വ്യക്തി ദൂരെ പോകുന്നു, നിങ്ങൾക്ക് വളരെ അടുത്ത സുഹൃത്തായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തി, ചിലപ്പോൾ ആ നാട്ടിൽ നിന്ന് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തിനും ഏതിനും അടുത്തുണ്ടായിരുന്ന ഒരാൾ മാറിപ്പോകുന്ന ഒരു സംഘർഷവും ഒരു സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സിറ്റുവേഷനുണ്ട്. അപ്പോൾ എന്തായാലും ചില സാഹചര്യങ്ങളോ വ്യക്തികളോ ഒക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൈനലി നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ സാമ്പത്തിക നേട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ. അപ്പോൾ ഒരു ജോലിയുള്ള ഒരാളാണെങ്കിൽ ജോലിയിൽ ചിലപ്പോൾ പ്രൊമോഷനോ കാര്യങ്ങളാവാം ഇത് സൂചിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ജോലിയോടൊപ്പം തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജോലി വിട്ടിട്ട് ബിസിനസ്സിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങുന്നു എന്നുള്ള സിറ്റുവേഷൻ. എന്തായാലും നല്ല രീതിയിലൊരു ധനാഗമം ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം, അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നു. കാരണം സാമ്പത്തികമായിട്ട് നേട്ടം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് കാര്യങ്ങളൊക്കെ എടുത്ത് സ്വന്തം ചിലവിൽ സ്വന്തം പഠിത്തവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു ആത്മനിർവൃതി ഉണ്ടാകുന്ന സിറ്റുവേഷനാണ്. പിന്നെ കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാർ, കുട്ടികൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി നിങ്ങളൊരു ജീവിതത്തിൽ വ്യക്തത ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. എവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ വ്യക്തത, നിങ്ങളുടെ അതായത് സൗഹൃദങ്ങൾ, അതുപോലെ ചുറ്റുമുള്ള ആളുകൾ, അതായത് നെയ്ബേഴ്സ്, അതായത് നിങ്ങളുടെ അയൽവാസികളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം, വീട്ടുകാരുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയുള്ള ബന്ധത്തിലൊക്കെ നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാവുന്നുണ്ട്. ചില സുഹൃത്തുക്കൾ മാറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന നെഗറ്റീവായിരിക്കും, നഷ്ടമാണ് എന്നുള്ള രീതിയിൽ. നഷ്ടമല്ല, കാരണം
നിങ്ങളുടെ ലൈഫ് മാറുകയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്യൂരിറ്റി, ക്ലാരിറ്റി, നിങ്ങൾക്ക് ആരാണ് വേണ്ടത്, എന്തിന് ഒരാളായിട്ട് സൗഹൃദം വെറുതെ സംസാരിക്കുക, ചുമ്മാ ഇരുന്ന് സംസാരിക്കുന്നതിനല്ലാതെ ഒരു ആഴത്തിലുള്ളൊരു സൗഹൃദം അത് നിങ്ങൾ നേടിയെടുക്കുകയാണ്. അല്ലാതെ വെറുതെ ഹായ് ഹലോ എന്ന് പറഞ്ഞ് പ്രഹസനങ്ങളിൽ നിന്ന് മാറുന്നു എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. സാമ്പത്തിക നേട്ടം ലൈഫിൽ ഉണ്ടാകുന്നു, ലൈഫിൽ ഫോക്കസ് ഉണ്ടാകുന്നു, ജോലി, വിദ്യാഭ്യാസം, കരിയർ, ഇതിലൊക്കെ ആണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബന്ധങ്ങൾ, ആഴത്തിലുള്ള ബന്ധങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.